ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ക്യാബിനറ്റാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അച്യുതൻ, പറയൂ, ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവും? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് നടക്കുന്നത്. അതിൽ സ്വാഭാവികമായും ഈ അതിർത്തിയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിർത്തികളിലേക്കുണ്ടായ ആക്രമണ ശ്രമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എന്താണ് ഇനി ഭാവിയിൽ സ്വീകരിക്കേണ്ട, അതായത് പാകിസ്ഥാനെതിരെ നയപരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഈ പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അത് സിന്ധു നദീജല കരാറാണെങ്കിൽ തന്നെയും അത് മരവിപ്പിച്ച നടപടി അത് തുടരുമെന്നാണ്. പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ ആ നടപടി തുടരുമെന്നാണ് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ, നയതന്ത്രപരമായ കാര്യങ്ങൾ, നിലവിൽ പാകിസ്ഥാനുമായി ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യാപാര ബന്ധം ഉൾപ്പെടെയുള്ള വിച്ഛേദിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കും. മറ്റെന്തൊക്കെ തുടർ കാര്യങ്ങൾ കൂടി ഇതിനെതിരെ സ്വീകരിക്കണം എന്നതുകൂടി, ഭീകരവാദത്തിനെതിരെ സ്വീകരിക്കണം എന്നതുകൂടി ചർച്ചയാകും എന്നതാണ്. ഒപ്പം തന്നെ ഈ മന്ത്രിസഭ, അതായത് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിക്കുന്ന മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതിൽ സ്വാഭാവികമായും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുമായി രാജ്യസുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും ചർച്ചയാവുക. അതായത് ഇരു രാജ്യങ്ങളുടെയും അടുത്ത DGMO തല ചർച്ചകൾ അത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ചേരാൻ കൂടി ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ചേരുക. ഇത് 3ാം തവണയാണ്, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി ഇത് 3ാം തവണയാണ് സുരക്ഷാ സമിതിയുടെ യോഗം ചേരുന്നത്. എന്തായാലും 11 മണിയോടുകൂടി ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയും അതിനുശേഷം സുരക്ഷാ സമിതി യോഗവും ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ യോഗം പുരോഗമിക്കുക. ഇതിൽ കൃത്യമായ നിലപാട്, ഭീകരതയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളായിരിക്കും ഈ യോഗങ്ങൾക്ക് ശേഷം ഉണ്ടാവുക. എസ്കെൻ. ഓക്കെ, താങ്ക് യു അച്യുതൻ.